കേരള സഭയിലെ ആദ്യ സന്യാസിനിയും ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രഥമ കർമ്മലീത്ത നിഷ്പാദുക മൂന്നാം സഭയുടെ സ്ഥാപികയുമായ മദർ എലീശുവയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്നു. വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനത്തിന്റെ തിരുക്കർമ്മം 2025 നവംബർ 8 വരാപ്പുഴ അതിരൂപതയിലെ ദേശീയ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ വല്ലാർപാടം ബസിലിക്കയിൽ നടത്തുമെന്ന് വരാപ്പുഴ അതിരൂപത അതിമെത്രാസന മന്ദിരത്തിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ അതിരൂപത സഹായമെത്രാൻ ബിഷപ്പ് ഡോക്ടർ ആന്റണി വാലുങ്കൽ അറിയിച്ചു. മദർ ഏലീശായുടെ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനം നടക്കുന്ന നവംബർ 8 അന്നേ ദിവസം വൈകിട്ട് 4 ചടങ്ങിൽ മുഖ്യകാർമ്മികത്വം വഹിക്കുന്ന ലയോ 14 പാപ്പയുടെ പ്രതിനിധി മലേഷ്യയിലെ പെനാങ് രൂപത മെത്രാൻ അത്യുന്നത കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസിനെയും മറ്റ് വിശിഷ്ടാതിഥികളെയും ബസിലിക്കാങ്കണത്തിൽ സ്വീകരിക്കും. 4:30 ദിവ്യബലി ആരംഭിക്കും. വാരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ധന്യ മദർ ഏലീശയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നതിനുള്ള അഭ്യർത്ഥന നടത്തും. കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനം നടത്തും. വത്തിക്കാന്റെ ഭാരതത്തിലെ അപ്പസ്തോലിക പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലയോപോൾഡോ ജെറിലി സന്ദേശം നൽകും. അത്യുന്നത കർദിനാൾ ഡോക്ടർ ഓസ്വാൾഡ് ഗ്രേഷ്യസ് വാഴ്ത്തപ്പെട്ട മദർ ഏലീശയുടെ തിരുസ്വരൂപം അനാവരണം ചെയ്യും. തുടർന്ന് മദറിന്റെ തിരുശേഷിപ്പ് ഔദ്യോഗികമായി ഏറ്റുവാങ്ങി അൾത്താരയിൽ പ്രതിഷ്ഠിക്കുമെന്നും വാരാപ്പുഴ അതിരൂപത അതിമെത്രാസന മന്ദിരത്തിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ അതിരൂപത സഹായമെത്രാൻ ബിഷപ്പ് ഡോക്ടർ ആന്റണി വാലുങ്കൽ അറിയിച്ചു. ദിവ്യബലിക്ക് ശേഷം ഏലീശാമ്മയുടെ നൊവേന CBCI അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പ്രകാശനം ചെയ്യും. KRLCBC പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ സുവിനിയർ പ്രകാശനം നിർവഹിക്കും. കോഫി ടേബിൾ ബുക്കിന്റെ പ്രകാശനം ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ആദ്യ കോപ്പി മദർ ഷഹീല CTCക്ക് നൽകി നിർവഹിക്കും. ബസിലിക്കയിലേക്കുള്ള വാഴ്ത്തപ്പെട്ട മദർ ഏലീശയുടെ തിരുസ്വരൂപ പ്രയാണത്തോടെ ചടങ്ങുകൾ സമാപിക്കും. തുടർന്ന് ഏലീശ ചരിതം ഗാനശില്പത്തിന്റെ അവതരണമുണ്ടാകും. അന്നേ ദിനം ഉച്ചയ്ക്ക് ശേഷം 1:30 അതിരൂപത KLCA KCYM സംഘടനകളുടെ നേതൃത്വത്തിൽ കൂനമാവ് സെന്റ് ഫിലോമിനാസ് ദേവാലയത്തിൽ നിന്നും മദർ ഏലീശയുടെ ഛായാചിത്രപ്രയാണവും വാരാപ്പുഴ സെന്റ് ജോസഫ് കോൺവെന്റ് അങ്കണത്തിലെ മദർ ഏലീശയുടെ സ്മൃതി മന്ദിരത്തിൽ നിന്നും ലോഗോ പ്രയാണവും ഓച്ചാന്തുരത്ത് കുരിശിങ്ങൽ ദേവാലയത്തിൽ നിന്നും ദീപശിഖ പ്രയാണവും ആരംഭിക്കും. 3:30 എത്തിച്ചേരുന്ന പ്രയാണങ്ങളെ വല്ലാർപാടം ബസിലിക്കയുടെ മുഖ്യ കവാടത്തിൽ വെച്ച് വാരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ, വല്ലാർപാടം ബസിലിക്ക റെക്ടർ ഫാദർ ജെറോം ചമ്മിണിക്കോടത്ത്, CTC സുപ്പീരിയർ ജനറൽ മദർ ഷാഹില CTCയും ചേർന്ന് സ്വീകരിക്കും. തുടർന്നാണ് വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപന തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. പരിശുദ്ധ കനികാമറിയത്തിന്റെ മദർ ഏലീശയെ വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള വത്തിക്കാൻ കാര്യാലയം 2023 നവംബർ 8 ധന്യപദവിയിലേക്ക് ഉയർത്തിയത്. വാഴ്ത്തപ്പെട്ടവളായി സാർവത്രിക സഭ അംഗീകരിക്കുന്നതോടെ മദർ ഏലീശയുടെ പേരിൽ പ്രാദേശിക സഭയിൽ വണക്കത്തിന് അനുമതി ലഭിക്കുകയാണ്. വാരാപ്പുഴ അതിരൂപതയിലെ ദേവാലയങ്ങളിലും മദർ സ്ഥാപിച്ച തെരേസ്യൻ കാർമലേറ്റ് സന്യാസിനി സമൂഹവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കകത്തും വിദേശ രാജ്യങ്ങളിലുമുള്ള ശുശ്രൂഷ കേന്ദ്രങ്ങളിലും പ്രാദേശിക മെത്രാൻ സമിതിയുടെ അംഗീകാരത്തോടെ വാഴ്ത്തപ്പെട്ടവരുടെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ച് അൾത്താരയിൽ വണങ്ങുകയും ആരാധനക്രമ കലണ്ടറിൽ ഉൾപ്പെടുത്തി തിരുനാൾ ആഘോഷിക്കുകയും തിരുശേഷിപ്പ് വണങ്ങുകയും പൊതുവണക്കം നടത്തുകയും ചെയ്യാം. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിന് വാഴ്ത്തപ്പെട്ടവരുടെ മധ്യസ്ഥത്താൽ നടക്കുന്ന മറ്റൊരു അത്ഭുതം കൂടി വത്തിക്കാൻ അംഗീകരിക്കേണ്ടതുണ്ട്. വാരാപ്പുഴ അതിരൂപത അതിമെത്രാസന മന്ദിരത്തിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ CTC സുപ്പീരിയർ ജനറൽ മദർ ഷഹീല CTC, സംഘാടക സമിതി ചെയർപേഴ്സൺ റവറൽ ഡോക്ടർ അഗസ്റ്റിൻ മുള്ളൂർ, ജനറൽ കൺവീനർ ഫാദർ മാർട്ടിൻ തൈപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. ഷെക്കീന ന്യൂസ്, കൊച്ചി.